ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിയേറ്റ് ചെയ്ത വർക്കിനെ നമ്മൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡിവൈസ് തിരിച്ചെങ്ങനെയാണ്, അല്ലെങ്കിൽ സർവീസിന് ശേഷം ഈ പറയുന്ന എക്യുപ്മെൻറ്റ് എങ്ങനെയാണ് തിരിച്ച് കസ്റ്റമറിന് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. സോ കസ്റ്റമറിന് അപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സർവീസ് റെക്കോർഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആ സമയത്ത് നിങ്ങൾക്ക് സർവീസ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് തന്നെ പേയ്മെൻറ്റ് QR കോഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, നിങ്ങൾക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ബാലൻസ് എത്രയാണോ അത് ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അത് പ്രിൻറ്റ് ചെയ്യാം, പ്രിൻറ്റ് ചെയ്ത് അപ്പം തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇനി അങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വർക്കിനെ നമ്മൾ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ജസ്റ്റ് ഈ വ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ ജോബ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ജോബ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് ബേസിക്കലി കസ്റ്റമർ ഡീറ്റെയിൽസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, റിപ്പയർ ഡീറ്റെയിൽസ് ഉണ്ട്, ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സുകളുണ്ട്. സോ ഞാനിതിൻ്റെ ബേസിക് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി 3 ഡേറ്റുകൾ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. കേസ് ഓപ്പൺ ചെയ്ത് എന്നാണ്, കേസ് ക്ലോസ് ചെയ്തെന്നാണ്, പേയ്മെൻറ്റ് എന്താണ് നമുക്ക് കിട്ടിയത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അത് മാത്രമല്ല കസ്റ്റമർ ഡീറ്റെയിൽസ്, നമ്മുടെ കസ്റ്റമർ നെയിം, അതുപോലെ തന്നെ ബില്ലിംഗ് അഡ്രസ്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ വർക്ക് ഓർഡർ നമ്പർ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ID കാര്യങ്ങളുണ്ട്, നമുക്ക് ബാർകോഡ് ജനറേറ്റ് ചെയ്യാം, മാനുഫാക്ചർ കാര്യങ്ങൾ, പ്രോബ്ലം ഡിസ്ക്രിപ്ഷൻ എല്ലാം ഉണ്ട്. സോ വൺസ് നമ്മുടെ എഞ്ചിനീയർ ആണ് ഈ വർക്ക് ചെയ്തതെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഒരു കമൻറ്റ് ആഡ് ചെയ്യണം. ഇതിൻ്റെ പവർ IC റീപ്ലേസ് ചെയ്തതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ക്രിയേറ്റഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിനെ നമുക്ക് റെഡി എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുശേഷം ഞാനതിനെ ജസ്റ്റ് സേവ് ചെയ്താൽ മതി. ഈ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് മെസ്സേജിങ് സിസ്റ്റം ഓണാക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ കസ്റ്റമറുടെ നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് ഇവിടുന്ന് പോകുന്നുണ്ടാവും. സോ അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സോ ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ കസ്റ്റമർ നമ്മൾ അക്നോളജ്മെൻ്റ് ആയിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജും പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇനി കസ്റ്റമർ ഇത് കണ്ട് ഈ മെസ്സേജ് റിസീവിന് ശേഷം അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഷോപ്പിലേക്ക് എത്താൻ പറ്റും. സോ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നമുക്കിപ്പോൾ കസ്റ്റമർ നമ്മുടെ മുമ്പിലേക്ക് വന്നു, ആ സമയത്ത് പിന്നെ വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ സർവീസ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് നമ്മുടെ വർക്ക് സ്റ്റാറ്റസ് റെഡി ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവാം. അവർക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, കസ്റ്റമർ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് മോഡ് ഏതാണ്, ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ, ഞാൻ UPI ആണ് കൊടുത്തത്. അതിനുശേഷം ഞാനിപ്പം എന്താ പറയുക, കസ്റ്റമർ എനിക്കൊരു മൊത്തത്തിലൊരു 3000 രൂപ തന്നു എന്ന് വിചാരിക്കുക. സോ അപ്പോഴും ഇനി 2000 രൂപ പെൻഡിങ് ഉണ്ട്, ആയിക്കൊള്ളട്ടെ. പക്ഷേ കസ്റ്റമർ നമ്മുടെ എക്യുപ്മെൻറ്റ് തിരിച്ച് കളക്ട് ചെയ്തു. സോ ഞാൻ ആ റിസീവ്ഡ് നിന്ന് ഡെലിവേർഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസിലേക്ക് മാറ്റി. ആ സമയത്ത് ഡെലിവറി ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇന്ന് തന്നെയാണോ നമ്മൾ ഡെലിവറി ചെയ്തത്, ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്തതെങ്കിൽ ആ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ സേവ് ചേഞ്ചസ് കൊടുക്കുകയാണ്. അപ്പോഴും ഈ സേവ് ചേഞ്ചസ് കൊടുക്കുമ്പോഴും നിങ്ങളുടെ ഓട്ടോമാറ്റിക് മെസ്സേജിങ് സിസ്റ്റം ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള മെസ്സേജ് അവർക്ക് ചെല്ലുന്നതാണ്, അതായത് ഈ എക്യുപ്മെൻറ്റ് ഡെലിവർ ആയി എന്നുള്ള രീതിയിൽ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ജോബിൻ്റെ സ്റ്റാറ്റസ് റെഡിയാണ്, ഈ പറഞ്ഞ അസറ്റിൻ്റെ സ്റ്റാറ്റസ് ഡെലിവേർഡ് ആണ്. സോ നമ്മളിത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ജോബ് ഷീറ്റിനകത്ത് ആ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സോ നമുക്കിപ്പോൾ ഇവിടെ ഒരു 3000 എമൗണ്ട് നമുക്കിപ്പോഴും റിസീവ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 2000 എമൗണ്ട് ബാലൻസ് ആണ്. സോ നമുക്കിപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് കസ്റ്റമറെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചോദിക്കാം. സോ നമുക്ക് എന്തെങ്കിലും മടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഹൗ ഡു യു ലൈക്ക് ടു സെൻഡ് ദ ബാലൻസ് റിമൈൻഡർ, അത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ. മാനുവൽ ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം തന്നെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനെ നിങ്ങൾക്ക് ഷെയറിനോ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ വാട്സപ്പിലേക്ക് പോകും. ഇനി അങ്ങനെയല്ല, ഇനി ഓട്ടോമാറ്റിക്കാണ് പോകേണ്ടതെങ്കിൽ ജസ്റ്റ് ഓട്ടോമാറ്റിക് കൊടുത്താൽ മതി. സോ അതിനുശേഷം നോട്ടിഫിക്കേഷൻ നമുക്ക് സെൻഡ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. സോ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പേയ്മെൻറ്റ് റിമൈൻഡർ ചെയ്തതിന് ശേഷം അവർക്കത് പേയ്മെൻറ്റ് ബാക്കിയുള്ള ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ സംസാരിക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം.